അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പോൾ നോമ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞൊക്കെ എല്ലാവരും ഇരിക്കുകയാണ് ഈ കരലെ. അപ്പോൾ മുളക് മല്ലി എല്ലാവരും പൊടിക്കലൊക്കെ കഴിഞ്ഞൊന്നാവും. അപ്പോൾ നമ്മളത് ലാസ്റ്റിക്ക് ഒന്നും കൂടി ആയതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അത് തീരുമോ എന്ന് വിചാരിച്ച് കണ്ട് പിന്നെ ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചത്. നോമ്പിനൊന്നും ഉണ്ടാക്കലും ഒട്ടും നടക്കില്ലല്ലോ. അപ്പോൾ നമ്മളോട് മുളകിനെ പറ്റി ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചോദിച്ചിന്. ഈ ഉണ്ടമുളക് ഏതാണ്, നെട്ടില്ലാത്ത മുളക് ഏതാണ് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ കമൻറ്റിൽ വന്നുകാണ്ട് നമ്മളോട് ചോദിച്ചിനി. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒന്ന് റീപ്ലൈ കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ റീപ്ലൈ കൊടുത്തിട്ടൊന്നും ഒരു ഇത് കിട്ടണില്ല. പിന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉണ്ടമുളക് സാധാ മുളക് തന്നെയാണ് കേട്ടോ. അത് ഈ വലിയ പീടികളിലൊക്കെ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെയാണ് ഉണ്ടാവല്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിക്കാണ്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടത്. പിന്നെ നെട്ടില്ലാത്ത മുളക്, പിന്നെ നെട്ടിയുള്ള മുളക് കൂട്ടാ, അതൊക്കെ 250 അയച്ചിട്ടും കുഴപ്പമില്ല. മറ്റേത് 1 കിലോനും അങ്ങനെ ആക്കി പൊടിച്ചാൽ മതി. അപ്പം ഞാൻ അങ്ങനെ പൊടിക്കുമ്പോൾ നല്ല കട്ടിയുള്ള കറിയൊക്കെ നല്ല കട്ടി കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും, നല്ല കളറും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഉണക്കി ഒക്കെ എടുത്ത് വെച്ചിങ്ങനെ കൈകി ഉണക്കിയതാണ് ഇട്ടത്. അപ്പോൾ കൈകണ വീഡിയോ ഒക്കെ നമ്മൾ ആദ്യം ഇട്ടിക്കണല്ലോ. അപ്പോൾ കൈകി ഉണക്കി ഇപ്പോൾ ഉണങ്ങാനൊക്കെ നല്ല വെയിലാണല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കവറിലാക്കിക്കണേ. അപ്പം നമ്മൾ മല്ലി വറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിയിൽ ഈ കരിവേപ്പില, പിന്നെ പെരുംജീരകം, മഞ്ഞൾ നമ്മളൊരു കളറ് കിട്ടാൻ വേണ്ടി കൊടുക്കണതാണ്. അപ്പോൾ ചിലവർ ചോദിച്ച് അതിന് ചുവ വരൂലേന്ന്. ചുവ വരൂല കേട്ടോ. എന്താ വെച്ചാൽ മഞ്ഞൾ വേവുമ്പോൾ ചുവ വരൂല. അപ്പം നമ്മൾ ഇതിൽ പിന്നെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇടലില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ മീനൊക്കെ കറി വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഏലക്കായ്, കറാമ്പൂക്, കുരുമുളക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അത് ഭയങ്കര ഒരു പിന്നെ പറ്റൂല കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അത് എല്ലാ വീട്ടിലും ഉണ്ടാകുന്നാവാം, നമ്മളെ വീട്ടിലൊന്നും തീരെ പറ്റില്ല. മീൻ കറിയിൽ പിന്നെ ഏലക്കായൻ്റെയും കറാമ്പൂകിൻ്റെയും ഒന്നും ചുവ പറ്റില്ല. അപ്പോൾ അതൊന്നും നമ്മൾ മല്ലിയിൽ ഇടലില്ല കേട്ടോ. നമ്മൾ കറിവേപ്പിലയും പെരുംജീരകവും മാത്രമേ ഇടലുള്ളൂ കേട്ടോ. മഞ്ഞൾ പിന്നെ കളറിന് വേണ്ടി ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ മല്ലിയൊക്കെ ഇതും കൈകി ഉണക്കിയതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വറുത്ത് അതൊക്കെ കവറിലാക്കിക്കാണ്ട് അതൊക്കെ മില്ലിക്ക് കൊണ്ടുപോകണം കേട്ടോ. അപ്പം നമ്മളിതിന് വേറൊരു മസാല നമുക്ക് വേറെ ഉണ്ടാക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇറച്ചിക്കറിക്കും ചിക്കൻ കറിക്കും ബീഫ് കറിക്കും ഒക്കെ വേണ്ടിയിട്ട്, ബീഫ് വരട്ടണിക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്കൊരു പിന്നെ മസാലകൾ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിതിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്തെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് മുന്നോട്ടൊക്കെ പോവുള്ളൂ. അപ്പോൾ നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പാണ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കപ്പ്. അപ്പോൾ അതിന് അളന്നുകാണ്ട് കുരുമുളക് എടുത്തിക്കണേ. കുരുമുളക് കുറച്ച് എരിവ് കുറവാണ് കേട്ടോ. അപ്പോൾ എരിവ് ഉണ്ടെങ്കിൽ അത്ര തന്നെ എടുക്കണ്ട. അപ്പോൾ ഒരു കപ്പ് കുരുമുളകും ഒരു കപ്പ് പെരുംജീരകം എടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതിക്ക് ഒരു 2-3 പട്ടൻ്റെ പീസ് എടുത്തിക്കണേ. പിന്നെ ഈ താക്കോലെന്ന് അറിയില്ലേ, ഈ സ്റ്റാർ പോലത്തെ, അതൊരു 4 എടുത്തിക്കണേ. ഇത് ചിക്കൻ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ബിരിയാണി ലീഫ് ഉണ്ടല്ലോ, ബിരിയാണിക്ക് വാങ്ങണ ലീഫ്, അതൊരു 2 അത് ഇട്ടിക്കണേ. പിന്നെ ഞാൻ ഒരു വറവ് വരാൻ വേണ്ടിയിട്ട് നമ്മളെ ഉണ്ടമുളക് അതും ഒരു 5-8 എടുത്തിക്കണം കേട്ടോ, ഒരു വറവിൻ്റെ ഒരു ചുവ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എടുക്കേണ്ടത് കസൂരി മേത്തിയാണ് കേട്ടോ. അതും കുറച്ച് എടുക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ കറിയിൽ കുറേശ്ശെ ഇട്ടുകൊടുത്താൽ നമുക്ക് കറി നല്ല കട്ടിക്കും നല്ലൊരു ഹോട്ടലിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് കൂട്ടേണ്ടത്. അപ്പോൾ അതും ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ മെയിനായിട്ട് ഇതിൽ ഇടേണ്ടത് നമ്മളെ നെയ്ച്ചോറ്റിൻകായ് ഇതുണ്ടല്ലോ, അതാണ് കേട്ടോ. അത് നമ്മൾ ഇതിൽ വറുത്ത് പൊടിച്ച് കൂട്ടുകയാണ്. അപ്പോൾ നമ്മളത് ചെറിയ പീസാക്കിങ്ങാണ്ട് നല്ല അടി കട്ടിയുള്ള ചട്ടിയിൽ നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അടി കട്ടിയുള്ള ചെമ്പട്ടിയിൽ ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഇതിങ്ങനെ വാസനിക്കുമ്പോൾ എന്താ അതിൻ്റെ വാസന എന്നാ, എന്താ നെയ്ച്ചോറിൻ്റെ ഒരു മണം ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു പാത്രത്തിലെടുത്തിട്ട് കാണ്ട് അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പം ഇനി നമ്മൾ ഇതൊക്കെ വറക്കാനുള്ള പരിപാടിയായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ചെറിയ പീസായാൽ പെട്ടെന്ന് നെരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നെരിയുമ്പോഴേ നെയ്ച്ചോറ് ഇങ്ങനെ മണക്കണം മാതിരി. അപ്പോൾ കാക്ക വന്നപ്പോൾ ചോദിച്ചാൽ എനിക്ക് വെറുംചോറല്ലേ തന്നത്, ഇവിടെ നെയ്ച്ചോറ് ഇങ്ങനെ മണക്കണുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ വാസന കേട്ടോ വരുന്നത്. അപ്പോൾ നല്ലൊരു സ്മെല്ലുള്ള വരില്ലേ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ ഒരു സ്മെല്ലിങ്ങനെ വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെറു തീയിലിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള മുളകുണ്ടല്ലോ അത് ഉദിക്കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ല സാവധാനം ഇതൊക്കെ വറുത്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്താൽ പിടിച്ചാൽ റഹ്മാനെന്നൊന്നും പറയാൻ പറ്റില്ല. കുറേശ്ശെ ചെറിയ തീയിലാക്കിക്കാണ്ട് ലോ ഫ്ലെയിമിലാക്കിക്കാണ്ട് നമ്മളിങ്ങനെ വറുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ലീഫ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നെരിഞ്ഞ് ഇങ്ങനെ കിട്ടണം, കരിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ നെരിഞ്ഞ് നല്ല പൊടിയാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലുള്ള പിന്നെ കറാമ്പട്ട, ഏലക്കായ് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്.
ഇത് ചിക്കനക്കുള്ളതാണ് കേട്ടോ. ചിക്കനക്കാണ് കേട്ടോ ആ കൈതോല ചേരൽ. മറ്റിക്ക് കൈതോല അങ്ങനെ ചേരില്ല. അപ്പോൾ ചിക്കൻ്റെ ചൊയ വരണമെങ്കിൽ ഈ കൈതോല അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ ഇനി ചെറുതീയിൽ നമുക്ക് ഇങ്ങനെ വറുത്ത് വെക്കാം. അപ്പോൾ പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് കുരുമുളകും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിരിഞ്ഞോട്ടെ. പിന്നെ നമ്മൾ ആ കസൂരി മേത്തി പിന്നെ ഇത് തീ ഓഫാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ചെറിയ കട്ടി കുറഞ്ഞ ഇലയാണ്. കണ്ടില്ല ഞാൻ തീ കാണിച്ചത്? ചെറിയ തീയാണ് കേട്ടോ. അപ്പോൾ ആക്കത്തിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം എടുത്തുകൊണ്ട് ഇങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ ആ കസൂരി മേത്തി നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷം അതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇട്ടുകാണ്ട് പിന്നെ നമുക്ക് ഇനി മല്ലി പൊടിച്ച് കൊണ്ടുവരുമ്പോഴേ ഞാൻ വിചാരിക്കേണ്ടത് 3 ഓരിയാക്കി ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കേണ്ടത്. അപ്പം ഞാൻ അതൊക്കെ അതിൻ്റെ വൈത്തല ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ചട്ടി ഓഫാക്കിക്കണം കേട്ടോ. തീ ഓഫാക്കിക്കണേ. അതിൻ്റെ ശേഷമാണ് ഈ കസൂരി മേത്തി ഇട്ട് കൊടുത്തത്. അപ്പോൾ എന്നാലും ഇളക്കൽ നിർത്തരുത്. എന്താ വെച്ചാൽ ചട്ടി അടി കട്ടിയുള്ള ചട്ടി കേട്ടോ. അപ്പോൾ അതിൽ കരിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ ഇളക്കി കൊണ്ട് നിൽക്കാം കേട്ടോ. അപ്പം ഇനി ചൂടാറിൻ്റെ ശേഷം അത് നമുക്കുണ്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ചൂടാറിയൊക്കെ ചെയ്തിക്കണേ. അപ്പോൾ നമ്മളുണ്ട് പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോമ്പിന് അധികവും നമുക്ക് ഇറച്ചിക്കറി തന്നെയാണ് ഉണ്ടാവലില്ല. നമുക്ക് ചിക്കന് അല്ലെങ്കിൽ ബീഫ്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീൻ ഒക്കെ കൂട്ടാം. അപ്പോൾ അയില മീനൊക്കെ ആണെങ്കിൽ ലേശം മല്ലിപ്പൊടിയൊക്കെ കൂട്ടും. ചെമ്മീനാണെങ്കിലും കൂട്ടും. അപ്പോൾ നമ്മളെ പൊടിയൊക്കെ നന്നായി പൊടിഞ്ഞിക്കണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഉഷാറായി പൊടിഞ്ഞിക്കണ്. അത് കുറച്ച് നേരം ആയി തന്നെ ഇരുന്നതുകൊണ്ട് അതിൻ്റെ ചൂടൊക്കെ അറിയിക്കണം കേട്ടോ. ചൂടോടൊക്കെ ഒന്നും ഇട്ട് കൊടുക്കല്ല. അപ്പോൾ ഞാൻ പ്ലേറ്റിക്കൊന്നും ആക്കി വെച്ചില്ല. എന്താ വെച്ചാൽ അതിൻ്റെ ആ സ്മെല്ല് പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ടേ അപ്പോൾ ആ ജാറിൽ തന്നെ അവിടെ വെച്ച് അപ്പോൾ ചൂടൊക്കെ ആറിയതിൻ്റെ ശേഷം ഞാൻ ടിന്നിക്ക് ആക്കിക്കണം കേട്ടോ. അപ്പോൾ വേഗം അതുകൊണ്ട് അടച്ച് വെക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മല്ലി പൊടിച്ച് കൊടുത്തിട്ട് അതിൽ കൂട്ടുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ മട്ടം പോകണം കൂട്ടട്ടോ. അപ്പം ഇനി അടുത്ത പരിപാടിയാണ് കേട്ടോ നമ്മൾ കൂട്ടാൻ പോണത്. അപ്പോൾ ഇത് ബീഫിക്കുള്ളതാണ് കേട്ടത്. അപ്പോൾ ഒരു 2 സ്പൂണ് ഉലുവ, അതിനെക്കാട്ടി ഒരു 3 സ്പൂണ് പെരുംജീരകം, പിന്നെ ഒരു 2 സ്പൂണ് അരി ഇട്ടാൽ നമ്മൾ ചോറ് വെക്കണ അരി ഞാൻ തീ കൂട്ടുന്നുണ്ട്. അതുണ്ടായാൽ നമുക്ക് ബീഫിന് ഒരു കട്ടിയൊക്കെ കിട്ടും കേട്ടോ. ഒരുപാടൊക്കെ വേണ്ടേനു, കുറച്ച് മതി. പിന്നെ 2 കഷ്ണം പട്ട, പിന്നെ കുറച്ച് മുളക് ഞാൻ ഇടുന്നുണ്ട്. മുളക് ഇട്ടാൽ ഞാൻ പറഞ്ഞില്ല ഒരു വറവിൻ്റെ ചുവ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് സർവ്വസുഗന്ധിൻ്റെ ഇല ഉണ്ടത്. അത് ഇവിടെ ഉണ്ട്, നമ്മളെടുത്ത് തൈ ഉണ്ട് കേട്ടോ അതിൻ്റെ. അപ്പോൾ അത് ഒരു 5-8 ഇല ഞാൻ എടുത്തുകണേ. ഒക്കെ കഴുകി ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിന് നനവുണ്ടെങ്കിലും ഈ ചട്ടി കണ്ടിട്ട് കൊടുക്കുമ്പോൾ അതിൽ നല്ലോണം നെരിഞ്ഞതിൻ്റെ ശേഷം മറ്റതൊക്കെ ഇടുള്ളൂ. അപ്പോൾ സർവ്വസുഗന്ധി കഷ്ണാക്കിക്കാണ്ട് അതിട്ട് കൊടുക്കാണ്ട്. അത് ബീഫിന് നല്ല മാച്ചാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും മുളകും കൂടി നമുക്ക് ആദ്യം വറുത്തെടുക്കാം. അതിന് രണ്ടിനുമല്ല കുറച്ച് വേവ് കൂടുതൽ. അപ്പോൾ അത് നെരിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അരി ഉണ്ടല്ലോ, 2 സ്പൂൺ അരി തന്നെ എടുത്തിട്ടുള്ളൂ. അത് അതിൻ്റെ നടുക്കിട്ടുകാണ്ട് അതുകൊണ്ട് പൊരിച്ചിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് അതിന് വാങ്ങി വെക്കാം. ഇങ്ങോട്ട് ബാക്കി നമുക്ക് പിന്നെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ അരി ഇങ്ങനെ അധികമായാൽ പിന്നെ പൊടിഞ്ഞ് കിട്ടൂല. അപ്പോൾ അത് ഞാൻ വാങ്ങി വെച്ചിക്കണേ. പിന്നെ ഇതുണ്ടാ കുരുമുളക്, പെരുംജീരകം, ഉലുവ അതൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഉലുവൊക്കെ കരിഞ്ഞാളും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറിയ തീയിലാക്കിക്കാണ്ട് സാവധാനം സമയം എടുത്തുകാണ്ട് വറുത്തെടുക്കണം. അപ്പം നോമ്പൊക്കെ ആകുമ്പോൾ നോമ്പിന് നമുക്ക് നല്ല ഭക്ഷണമാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ വേഗം രുചി വ്യത്യാസമൊക്കെ എല്ലാവർക്കും അറിയാം. എന്താ വെച്ചാൽ നമ്മൾ വായൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കണ്ടല്ലേ. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പണിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതും ചൂടാറിയിക്കണേ. അപ്പോൾ ഞാൻ മിക്സിന് ജാറിക്ക് ആ നെരിച്ചിൽ പോണീൻ്റെ മുമ്പായിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അതധികം ഇതാകാൻ പാടില്ല. എന്താ വെച്ചാൽ പിന്നെ പൊടിയാതാവും. ഒരു മൊത്തം ഇതിൽ ചൂട് വിട്ടെന്ന് കണ്ടാൽ അപ്പം നമ്മൾ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിരിക്കണേ. അപ്പോൾ അതും ചൂടാറിൻ്റെ ശേഷം ഞാനിതാ നമ്മളെ ബോട്ടിൽക്കാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഇട്ടുകാണ്ട് ചിക്കൻ്റെ മസാല ഇട്ടുകാണ്ട് ഒരു ലേശം കറി വെക്കാമെന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇനി ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്നിട്ടൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ ലേശം പാർട്സ് ഉണ്ടായിന് കേട്ടോ.
അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ എനിക്ക് തന്നെ കുപ്പി ഇപ്പം തന്നെ എനിക്ക് മാറാൻ വരും കേട്ടോ, മാറാൻ വന്ന് കൊടുക്കുക, ഓർമ്മ കിട്ടണില്ല. അപ്പോൾ ഞാൻ എന്ത് പണി ഇതെന്നാ ഒരു പേപ്പർ എടുത്തുകാണ്ട് പേര് എഴുതിക്കാണ്ട് ചിക്കൻ മസാല എന്നും പിന്നെ ബീഫ് മസാല എന്നും മലയാളത്തിൽ തന്നെ എഴുതി വെച്ചിട്ടാണ്. അപ്പം ഇനി മറ്റേ വന്ന് കാണ്ട് എടുക്കുകയാണെങ്കിലും അത് മാറാൻ നിൽക്കണ്ട, ഇംഗ്ലീഷിൽ എഴുതി, അപ്പോൾ ഉമ്മാക്ക് തിരിയില്ല. അപ്പോൾ അത് വിചാരിച്ച് കാണ്ട് ഒരു ഇതിട്ടുകാണ്ട് ഒട്ടിക്കണ്ട, ആ കൊട്ടിച്ച് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ലേസം പാർട്സ് ഉണ്ടെന്ന്, അപ്പോൾ അതൊന്ന് വേവിച്ചാന്ന് വിചാരിച്ചു. ഇതിൻ്റെ ചൊയ എന്താണെന്നുണ്ട് അറിയിട്ട് ഭയങ്കര ഒരു പൊറുതിയായിട്ടാണ്. നമ്മൾ സാധനം ഉണ്ടാക്കിയാൽ പിന്നെ നമുക്കത് ഉണ്ടാക്കി കഴിച്ചെങ്കിലേ അപ്പോൾ അതിൻ്റെ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സാധാരണ ചിക്കൻ കറി വെക്കണമായി തന്നെ ഞാൻ പാർട്സ് വെക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/4 സ്പൂൺ ഞാൻ ഇട്ടുകാണ്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ തന്നെ മതി കേട്ടോ, എന്നാൽ തന്നെ നല്ല ചുവ ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിക്കേണ്ടത് മല്ലി പൊടിച്ച് കൊണ്ടുവന്നിട്ട് അത് 3 ഓരിയാക്കി വെക്കുക. എന്നിട്ട് ഒരു ഓരിയിൽ ചിക്കൻ മസാല അയക്കണ്ട് കലർത്തുക, ഒരു ഭാഗത്തിൽ ബീഫ് മസാലയും കലർത്തുക, ഒരു ഭാഗം അങ്ങനെ തന്നെ നിന്നോട്ടെ. അത് മീൻകറിയൊക്കെ വെക്കുമ്പോൾ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് പിന്നെ എല്ലാവരും എന്താണ് വയസ്സന്മാരെന്നുള്ളിടത്ത് എങ്ങനെയും കാട്ടാൻ പറ്റില്ല, ഓൽക്ക് വേഗം ചൊയൊക്കെയാണ് പിടിച്ചു. അപ്പോൾ നമ്മളതിനനുസരിച്ചല്ലേ നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരണേ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്ത് കാണിച്ചിട്ട്, അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ എന്ത് അഭിപ്രായമാണെങ്കിലും നമ്മളോട് വന്ന് പറയണം. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് കേട്ടോ പിന്നെ വീഡിയോ എൻ്റെ അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാനിരിക്കണം. അപ്പോഴാണ് മോന് പൊടിച്ച് കൊണ്ടുവന്നത്, മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം അതൊന്ന് ഒന്നുണ്ട് എടുത്തതാട്ടാ, പിന്നെ ഒന്നും കാട്ടാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്നും കൂടി ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ, മടിച്ചു നിൽക്കും ചെയ്യരുത്. അപ്പം പെട്ടെന്നായിട്ട് ഒരെണ്ണൊന്നും അതിൻ്റെ കെട്ട് കഴിച്ചിട്ടൊന്നും കിട്ടണില്ല കേട്ടോ, അതാണ് കേട്ടോ ലാസ്റ്റ് ഒരു ഇത് വന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് കാണ്ടി നമ്മൾ പിന്നെ മുളക് പൊടി ഉണ്ട് ടിന്നിൽ കിട്ടേ, മറ്റേ മല്ലിപ്പൊടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.